ഈ ചാനലിൻ്റെ കഥകൾ കേൾക്കുന്ന ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. ഈ കഥയും നിങ്ങൾ സ്വീകരിക്കുമെന്ന ഉറപ്പോടെ പുതിയ കഥ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. സൗജന്യ റേഷൻ വാങ്ങാൻ വന്നതാണ് ഗഫൂർ മുസ്ലിയാർ. കാലത്ത് 10 മണി ആയിട്ടേ ഉള്ളൂ. ലോക്ക്ഡൗൺ ആയതിനാൽ റോഡിൽ ആളുകളോ വാഹനങ്ങളോ ഇല്ല. റേഷൻ കടക്ക് സമീപത്ത് അത്യാവശ്യം നല്ല ആൾക്കൂട്ടമുണ്ട്. കൊറോണയുടെ സാമൂഹിക വ്യാപനം തടയുന്നതിന് സർക്കാർ നിർദ്ദേശിച്ച അകലത്തിൽ ആളുകളെ നിർത്താൻ വളണ്ടിയർമാർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും 1 മീറ്റർ അകലം പാലിച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കും. അല്പം കഴിയുമ്പോൾ വീണ്ടും അടുത്തടുത്തു വരും. ഒരു കുളവായ പരുവം. ഗഫൂർ മുസ്ലിയാർക്ക് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തെ സുമനസ്സുകൾ നിർമ്മിച്ചു കൊടുത്ത വീടിൻ്റെ അളവ് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ കാർഡ് നീലയാണ്. അദ്ദേഹം വളണ്ടിയറോട് ടോക്കൺ ചോദിച്ചു. നിങ്ങളുടെ കാർഡ് ഏതാണ്? വളണ്ടിയർ ചോദിച്ചു. നീലയാണ്. വളണ്ടിയർ: നീല കാർഡ് ഉച്ചയ്ക്ക് ശേഷമാണ്. 2 മണിക്ക് ടോക്കൺ കൊടുക്കും, അപ്പോൾ വന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് വളണ്ടിയർ കണ്ടു. പരിചയക്കാരനായ സലീമാണ് വളണ്ടിയർ. എന്താ ഉസ്താദേ, ഉച്ചയ്ക്ക് ശേഷം കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത്? മുസ്ലിയാർ പറഞ്ഞു. നീ ആരോടും പറയരുത്. എൻ്റെ വീട്ടിൽ അരി തീർന്നിട്ട് 2 ദിവസമായി. ഇന്ന് കിട്ടുമല്ലോ എന്ന് കരുതി വാങ്ങിയിട്ടില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും ചക്ക കൊണ്ട് ഒപ്പിച്ചു. നീ പ്രശ്നമാക്കണ്ട. അവിടെ നിൽക്കുന്ന എല്ലാവരെയും കാർഡ് കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് തന്നാൽ മതി. ഇത് കിട്ടിയാൽ ഇന്ന് കടം വാങ്ങാതെ കഴിഞ്ഞേനെ. നീ ആരോടും പറയരുത്. കൊറോണ പ്രശ്നം വന്ന ശേഷം കയ്യിൽ ഒരു നായാ പൈസയില്ല. സലീം ചോദിച്ചു. ഉസ്താദേ, നിങ്ങൾക്കു ശമ്പളം തരാമെന്ന് മാനേജ്മെന്റുകളോട് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അത് വാങ്ങിക്കൂടെ? ശരിയാണ്, മാനേജ്മെന്റ് തരും. പക്ഷേ മദ്രസ നടത്താത്തതുകൊണ്ട് വരിസംഖ്യ ഒന്നും കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്തരമൊരു ദുരവസ്ഥയിൽ ശമ്പളം ചോദിച്ച് അങ്ങോട്ട് ചെല്ലാൻ മനസ്സു വരില്ല. അവരിങ്ങ് എത്തിച്ചു തരികയോ ചെന്ന് വാങ്ങാൻ വിളിച്ചു പറയുകയോ ചെയ്തിരുന്നെങ്കിൽ വാങ്ങാമായിരുന്നു. സലീമിൻ്റെ ഉള്ളം കരിഞ്ഞു. ചോദിക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്കിൻ. ഇവിടെ നിൽക്കുന്നവരിൽ കുറേ ആളുകൾ കട തുറക്കും മുമ്പേ കാത്തു നിൽക്കുന്നവരാണ്. അതിനിടക്ക് ഒരു നീലക്കാർഡ് വന്നാൽ അവർ പ്രശ്നമുണ്ടാക്കും. സലീം ആശ്വസിപ്പിച്ചു. കടക്കാരൻ തരാതിരിക്കുമോ? മുസ്ലിയാർ ആശങ്ക പ്രകടിപ്പിച്ചു. ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങളുടെ വിഹിതം ഞാൻ വാങ്ങിത്തരും. ഇത് എൻ്റെ വാക്കാണ്. സലീം സമാധാനിപ്പിച്ചു. അദ്ദേഹം അപ്പുറത്തേക്ക് മാറി നിന്നു. ടോക്കൺ ഓരോരോന്നായി വിളിച്ചുകൊണ്ടിരുന്നു. അതിനിടക്കാണ് അലവിക്കാക്ക റേഷൻ വാങ്ങി പുറത്തിറങ്ങിയത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ 3 തരം അരിയും ഗോതമ്പുമായി അയാൾ എടുക്കാൻ കഴിയുന്നതിലപ്പുറമുണ്ട്. പുറത്തിറങ്ങിയ പാടെ വലിയ വായിൽ അയാൾ വിളിച്ചു പറഞ്ഞു. എന്ത് സൗജന്യ റേഷൻ! ഇത് എല്ലാ മാസവും കിട്ടുന്നതല്ലേ? എല്ലാ മാസവും കിട്ടുന്ന അരി ഇതിനു പുറമെ വേറെയും കിട്ടുമെന്ന് ഓരോരുത്തർ പറഞ്ഞീന്. ഓലാക്ക കിട്ടും. ഒരു 80 ഉറുപ്പിയുടെ സൗജന്യം. ആസാസാണത്രേ, ആസാസ്. ഇത് കേട്ട ഗഫൂർ മുസ്ലിയാർക്ക് കലി കയറി. കാക്കേ, ഈ സൗജന്യം ആശ്വാസമായി തോന്നാത്തവർക്ക് ഇത് വാങ്ങരുത്. അതാണ് മാന്യത. നിങ്ങൾക്കിത് ആശ്വാസമായി തോന്നുന്നില്ലെങ്കിൽ ഒന്നുകിൽ വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകണം. ഇതിന് 2 രൂപ വിലയിട്ടിരുന്നെങ്കിൽ 15 കിലോ അരിക്ക് 30 രൂപ കടം വാങ്ങേണ്ട സ്ഥിതിയിലുള്ളവർ പോലും അവിടെ കാത്തു നിൽക്കുന്നവരിലുണ്ട്. അവരുടെ ചങ്കിലാണ് നിങ്ങൾ കുത്തുന്നത്. ഇനി ഇതിലേക്ക് കറി വെക്കാനുള്ള സാധനം വാങ്ങാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ സർക്കാർ വക കിറ്റ് പ്രതീക്ഷിച്ചു നിൽക്കുന്നവർ പോലുമുണ്ട് ഈ കൂട്ടത്തിൽ. അവരാരെങ്കിലും നിങ്ങളോട് കൊമ്പ് കോർക്കുന്നതിനു മുമ്പ് സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അലവിക്കാക്ക ഒന്നും മിണ്ടാതെ ഒരു പിന്തുണക്ക് വേണ്ടി ചുറ്റും നോക്കി. തൻ്റെ പക്ഷം ചേരാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കി അയാൾ ഒരു ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ എടുത്ത് വെച്ച് സ്ഥലം വിട്ടു. ഗഫൂർ മുസ്ലിയാരെ തണുപ്പിക്കാൻ വേണ്ടി ഗോപി ചോദിച്ചു,
മൊല്യാരെ, നിങ്ങൾ രക്ഷപ്പെട്ടു. 2000 രൂപയല്ലേ സർക്കാർ പാസാക്കിയിരിക്കുന്നത്? അതിനു മറുപടിയൊന്നും പറയാതെ അദ്ദേഹം ഒന്ന് ചിരിച്ചു. തൻ്റെ കഷ്ടപ്പാട് അവൻ കൂടി അറിയുന്നത് അദ്ദേഹത്തിനു പ്രയാസം തോന്നി. 12 മണിയോടടുത്ത് കടയിൽ ആളൊഴിഞ്ഞു. വളണ്ടിയർ സലീം അദ്ദേഹത്തിൻ്റെ കാർഡുമായി വിൽപ്പനക്കാരനെ അടുത്തു ചെന്നു. നീല കാർഡ് കണ്ട അദ്ദേഹം ഇതിനു സമയമായിട്ടില്ല എന്നു പറഞ്ഞു. പിന്നെയാണ് മുഖത്തേക്ക് നോക്കിയത്. വളണ്ടിയർ ആണെന്ന് കണ്ട അദ്ദേഹം ചോദിച്ചു, ഈ കാർഡ് എന്താ ഈ നേരത്ത്? സലീം പറഞ്ഞു, കാര്യമൊക്കെ പിന്നെ പറയാം, അയാളുടെ കാർഡിലുള്ളത് കൊടുത്തേക്കൂ. താമസിക്കാതെ തന്നെ അദ്ദേഹത്തിന് വിഹിതം ലഭിച്ചു. സഞ്ചിയിൽ റേഷൻ സാധനങ്ങൾ വാങ്ങി അദ്ദേഹം തിരിഞ്ഞു നിന്ന് കണ്ണുനീർ തുടച്ച് സലീം കാണാത്ത മട്ടിൽ നിന്നു. റേഷൻ കടക്കാരനും സലീമിനു നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും നീങ്ങി. സഞ്ചിയും തലയിൽ വെച്ച് അദ്ദേഹം ഒരു കടയിൽ കയറി ഉണക്ക മത്സ്യത്തിനു വില ചോദിച്ചു. പൊള്ളുന്ന വിലയാണ്. ചെറിയ ഇനം ഉണക്ക മത്സ്യത്തിനു തന്നെ 100 ഗ്രാമിന് 40 രൂപ വിലയുണ്ട്. മെല്ലെ പിൻവലിയാനൊരുങ്ങുമ്പോൾ തൊട്ടടുത്ത കോഴിക്കടയിൽ നിന്നും ജമീൽ വിളിച്ചു, മുല്യാരെ, നിങ്ങൾക്ക് സലീം ഇവിടെ കോഴി ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്തു വരുന്നത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് 2 നദികൾ ഒന്നിച്ചൊഴുകി.